ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു കൊറിയൻ ലഞ്ച് ബോക്സ് കേക്കിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത്. അതിനു വേണ്ടിയിട്ടല്ല, ഈ വീഡിയോയിൽ ഞാൻ 1 കിലോ കേക്കിൻ്റെ ബാറ്ററാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്കിതിന് ഇത്രയ്ക്കൊന്നും ആവശ്യമില്ല, ഒരു കുഞ്ഞി സ്പോഞ്ച് മതി. പക്ഷെ ഞാൻ 1 കിലോൻ്റെ ബാറ്റർ ഉണ്ടാക്കുന്നുണ്ട്. അത് എന്നിട്ട് നമ്മൾ ഒരു 5 ഇഞ്ച് പാൻ, 2 5 ഇഞ്ച് പാനിൽ പകുതിയായിട്ട് ഒഴിച്ച് ബേക്ക് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് നമുക്ക് ഇതിൽ നിന്ന് ചെറിയ സ്പോഞ്ച് കട്ട് ചെയ്തെടുക്കാമല്ലോ. അങ്ങനെ ഞാൻ 1 കിലോൻ്റെ ബാറ്ററാണ് അതുകൊണ്ട് ഉണ്ടാക്കിയത്. പിന്നെ നമുക്ക് ആ സമയം കൊണ്ട് ചോക്ലേറ്റ് ഗണാഷ് റെഡിയാക്കണം. ചോക്ലേറ്റ് കേക്കാണ് അവർ ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടി ചോക്ലേറ്റ് ഗണാഷ് അതിൻ്റെ ഇടയിൽ റെഡിയാക്കി വയ്ക്കാം. മെല്ലോൻ്റെ ഡാർക്ക് കോമ്പൗണ്ടാണ് ചോക്ലേറ്റ് എടുത്തിട്ടുള്ളത്. 200 ഗ്രാം ചോക്ലേറ്റാണ് ഞാൻ അളന്നെടുത്തിട്ടുള്ളത്. 200 ഗ്രാം ചോക്ലേറ്റിലേക്ക് 100 ഗ്രാം വിപ്പിംഗ് ക്രീം ഉപയോഗിക്കുന്നത്. ചാമ്പ്യൻ്റെ ക്രീമാണ് ഇതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത്. പ്രിസ്റ്റിൻ ചാമ്പ്യൻ്റെ ക്രീമാണ് ഉപയോഗിച്ചത്. അത് ഡബിൾ ബോയിൽ മെത്തേഡിലാണ് മെൽറ്റാക്കി എടുക്കുന്നത്. ഞാൻ ഈ കേക്കിൻ്റെ ഓർഡർ കിട്ടിയപ്പോൾ നല്ല ഹാപ്പി ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആദ്യമായിട്ടാണ് ലഞ്ച് ബോക്സ് കേക്കിൻ്റെ ഓർഡർ കിട്ടുന്നത്. അങ്ങനെ നല്ല ഹാപ്പി ആയിട്ട് ഉണ്ടാക്കാനിരിക്കണ സമയത്ത് എന്തെങ്കിലുമൊക്കെ ഇതായിട്ട് നമ്മുടെ മനസ്സ് ഡള്ളാവും. എപ്പോഴും അങ്ങനെയാണ്. നല്ല ഹാപ്പി ആയിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് തീരുമാനിച്ചാൽ അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളെ കൊണ്ട് മനസ്സങ്ങോട്ട് ചത്ത പോലെയാവും. എന്നാലും പിന്നെ കേക്ക് നമുക്ക് ആ ഒരു ഇഷ്ടമുള്ള ഒരു കൊണ്ട് നമ്മളൊരു ആസ്വദിച്ച് നമ്മൾ എല്ലാം മറന്ന് ഉണ്ടാക്കാൻ നോക്കും. പരമാവധി അങ്ങനെയാണ് ചെയ്യണത്. അങ്ങനെ നമ്മുടെ 2 സ്പോഞ്ച് റെഡിയായി. നമുക്കിതിലേക്ക് 2 സ്പോഞ്ചിൻ്റെ ആവശ്യമില്ല. ഒരെണ്ണത്തിൻ്റെ തന്നെ ഒരു കുഞ്ഞ് സ്പോഞ്ച് മാത്രം അതിലേക്ക് ആവശ്യമുള്ളൂ. അങ്ങനെ 3 ലെയറായിട്ട് ഒരെണ്ണം എടുത്ത് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് ബോക്സിലേക്ക് കൊള്ളുന്ന തരത്തിൽ വേണം റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഈ ടൈപ്പിലുള്ള കുക്കി കട്ടർ ഒരു 3 ഇഞ്ചാണ് ഞാനിതിൻ്റെ ഒരു വട്ടം നോക്കുമ്പോൾ കിട്ടണത്. 3 ഇഞ്ച് വലുപ്പത്തിലാണ് നമ്മൾ റൗണ്ട് കട്ട് ചെയ്തെടുക്കണത്. അങ്ങനെ 3 സ്പഞ്ച് അതിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ബാക്കിയുള്ളത് നമ്മൾ കട്ട് ചെയ്തിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് കഴിക്കാനായിട്ട് ഒരു കുഞ്ഞി കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതലായിട്ട് ബാറ്റർ എടുത്തത്. വീട്ടിലേക്ക് അങ്ങനെ കേക്കൊന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല. വല്ലപ്പോഴും അങ്ങനെ മാത്രം അങ്ങനെ തോന്നുമ്പോൾ നമ്മൾ ഉണ്ടാക്കാറുള്ളൂ. 3 ഇഞ്ചാണ് അതിൻ്റെ ഒരു റൗണ്ട് വരുന്നത്. പിന്നെ അതിലേക്ക് ചോക്ലേറ്റ് ഗണാഷ്, കുറച്ച് ക്രീമിലേക്ക് ചോക്ലേറ്റ് ഗണാഷ് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഒരു ചോക്ലേറ്റ് കേക്കായ കാരണം ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിപ്പിംഗ് ക്രീമിലും ചോക്ലേറ്റ് മിക്സ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ആ ചോക്ലേറ്റിലേക്ക് ക്രീമും രണ്ടും കൂടി മിക്സ് ആക്കിയെടുത്ത് അതങ്ങനെ എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ ഷുഗർ സിറപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്ത് നമ്മുടെ വിപ്പിംഗ് ക്രീമും ചോക്ലേറ്റും കൂടി മിക്സ് ആക്കിയിട്ടുള്ള വിപ്പിംഗ് ക്രീം നമ്മൾ കൊടുക്കുന്നുണ്ട്.
ഇതൊരു കുഞ്ഞി കേക്കാണ്, പെട്ടെന്ന് പണി കഴിയുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഇതൊന്ന് നല്ല ഫിനിഷിങ് ചെയ്ത് കിട്ടാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കുഞ്ഞിതായ കാരണം നമുക്ക് അങ്ങോട്ട് ഫിനിഷിങ്ങിന് കുറച്ച് ബുദ്ധിമുട്ടായി കിട്ടി. എന്നാലും നല്ല നമുക്ക് ആദ്യമായിട്ട് ചെയ്യണ കാരണം അതിൻ്റേതായ ഒരു ഇഷ്ടത്തോടു കൂടിയാണ് ഞാൻ ഈ കേക്ക് ചെയ്തിട്ടുള്ളത്. ചോക്ലേറ്റ് നന്നായി വെച്ചോളാൻ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോക്കോ ചിപ്പും കൂടി അതിൻ്റെ ഇടയിൽ നമ്മൾ നന്നായി ആഡ് ചെയ്തിട്ടുണ്ട്. ചോക്ലേറ്റ് ഗണേഷയും ചോക്കോ ചിപ്പും അതിൽ ആഡ് ചെയ്തിട്ട് ആണ് നമ്മൾ ഉള്ളിലത്തെ ഫില്ലിങ് കൊടുത്തിട്ടുള്ളത്. ഇത് വീടിൻ്റെ അടുത്തുള്ള ഒരു കുട്ടി തന്നെയാണ് എനിക്ക് ഈ ഓർഡർ തന്നത്. ഷുഗർ സിറപ്പിൽ ഞാൻ വേറെ ഒന്നും അങ്ങനെ മിക്സ് ആക്കിയിട്ടില്ല. അതിൽ ജസ്റ്റ് ഷുഗറും വാട്ടറും മാത്രം തിളപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. അങ്ങനെ 3 ലെയർ ആണ് ഇതിലേക്ക് ഞാൻ വെക്കണത്. പിന്നെ അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മീതെ തട്ടുമോന്നും അറിയില്ലല്ലോ. കാരണം 3 എണ്ണം തന്നെയാണ് നമ്മൾ സാധാ ഒരു കേക്കിലേക്ക് 3 ലെയർ വെക്കണ പോലെ അതേപോലെ തന്നെയാണ് ഇതിലും 3 ലെയർ തന്നെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇത് ക്രം കോട്ടിങ് കഴിഞ്ഞ് നമ്മളൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ലാസ്റ്റത്തെ ക്രീമിൻ്റെ അത് കൊടുക്കണത്. പുറത്ത് കൊടുക്കാനുള്ള ഡിസൈൻ ആ കുട്ടി എനിക്ക് ആദ്യമേ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ കറക്റ്റ് അതുപോലെ വേണമെന്നില്ല, എന്നാലും ഏകദേശം അതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഈ ക്രീം കൊടുക്കണ സമയമാകുമ്പോഴേക്കും അതിൽ എയർ ബബിൾ കയറിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീമും കൂടി ഒഴിച്ച് നന്നായി മിക്സാക്കി എടുത്തതിന് ശേഷമാണ് പിന്നെ ഈ ക്രീമിൻ്റെ കോട്ടിങ് കൊടുക്കണത്. അതിന് മുമ്പേ എയർ ബബിൾ കയറിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ക്രീം. ഈ കേക്ക് ഞാൻ പകൽ തന്നെ ഉണ്ടാക്കി വെക്കണമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ ഉണ്ടാക്കണതൊരു രാത്രി 12 മണിക്കാണ്. പകൽ
ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് പറ്റിയില്ല. അതിൻ്റെ ഇടയിൽ എനിക്ക് ചെറുതായിട്ടൊന്ന് വയ്യാണ്ടായി. കൈ പൊന്തിക്കാൻ പറ്റാണ്ട് പെട്ടെന്ന് കൈയൊന്നും പൊന്തിക്കാൻ പറ്റണ്ടായില്ല. മുടി കെട്ടാൻ പോലും പറ്റാണ്ടുള്ള ഒരു അവസ്ഥയിലിരിക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ വൈകിട്ട് ഡോക്ടറെ അടുത്ത് പോയി. പിന്നെ അവർ ആ മരുന്നൊക്കെ കഴിച്ചപ്പോൾ പിന്നെ കുറവായി. അത് കാരണം നേരം വൈകി ഈ കേക്ക് ഉണ്ടാക്കാൻ നിൽക്കാനായിട്ട്. അതിൻ്റെ മീതെ പർപ്പിൾ കളറിലുള്ള ഒരു കുഞ്ഞ് ഡിസൈനാണ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. ആദ്യം നമ്മൾ ആ ക്രീമിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഒഴിച്ചിട്ട് എയർ ബബിളൊക്കെ കളഞ്ഞിട്ടുണ്ടായല്ലോ. അപ്പം തന്നെ കുറച്ച് ലൂസായി ഉണ്ടായിരുന്നു ക്രീം. പിന്നെ വീണ്ടും കളർ ഒഴിച്ച് മിക്സ് ചെയ്തപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടി ഒന്ന് ലൂസായി. അത് കാരണം പേരെഴുതുമ്പോൾ കുറച്ചൊന്ന് ഇതായിട്ടിങ്ങനെ ആയി. പക്ഷെ വലിയ കുഴപ്പമുണ്ടായില്ല. എന്നാലും ഞാൻ വിചാരിച്ച പോലെ അങ്ങോട്ട് ആയില്ല. അതിൽ നിന്ന് ഒരു ചെറിയ ഹോളുള്ള നോസിൽ എടുത്തിട്ട് ഹാർട്ട് ഷേപ്പിൽ ഡിസൈൻ കൊടുക്കാനും പിന്നെ പേരെഴുതാനും രണ്ടിനും കൂടിയിട്ട് ഒരു നോസിലാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ അത് കുറച്ച് നേരം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു മണിക്കൂറോളം ഫ്രിഡ്ജിലൊന്ന് സെറ്റാവാൻ വെച്ചതിന് ശേഷം മാത്രമാണ് ഈ ബട്ടർ പേപ്പറിലേക്ക് ഞാൻ കേക്ക് മാറ്റണത്. ഇതേപോലെ ബട്ടർ പേപ്പർ കട്ട് ചെയ്തെടുത്ത് അതിലേക്ക് ഒരു നൈഫ് വെച്ച് മാറ്റണത്. ആ നൈഫ് എടുക്കാനായിട്ട് കുറച്ച് പാടായിരുന്നു. ഒന്ന് കേക്ക് സെറ്റായതിന് ശേഷം മാത്രം ഇങ്ങനെ നമ്മൾ ബട്ടർ പേപ്പറിലേക്ക് മാറ്റാൻ പാടുള്ളൂ. ക്രീം കൊടുത്തപ്പോൾ തന്നെ ഇതിലേക്ക് മാറ്റാൻ പാടില്ല. ഒന്ന് സെറ്റായതിന് ശേഷം ബട്ടർ പേപ്പറിലേക്ക് മാറ്റി അതിലേക്ക് പതുക്കെ എടുത്ത് വയ്ക്കാം. സൈഡിൽ കുറച്ച് പുറത്തേക്ക് നിൽക്കണ ബട്ടർ പേപ്പറൊക്കെ നമ്മൾ വെട്ടിക്കളഞ്ഞ് സെറ്റാക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.